ഭാരതത്തിന്റെ എല്ലാ വൈരുദ്ധ്യങ്ങളിലും വൈവിധ്യങ്ങളിലും നമ്മെ ഒന്നായി കൂട്ടിയിണക്കുന്നത് കൂട്ടിച്ചേർക്കുന്നത് നമ്മുടെ ഭരണഘടനയാണ്. ഇന്ത്യയുടെ ആത്മാവ് തന്നെയാണ് നമ്മുടെ ഭരണഘടന. ഭാരതം പിന്നിട്ട നാൾവഴികളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ രാജ്യത്തിന്റെ പുരോഗതിയും സാമൂഹിക സാംസ്കാരിക വ്യാവസായിക നീതിന്യായ വ്യവസ്ഥയിലുണ്ടായ വളർച്ചയ്ക്കും ഒക്കെ നിദാനമായത് ഭാരതത്തിന്റെ മഹത്തായ ഭരണഘടന തന്നെയാണെന്ന് രാമങ്കരി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് പാർവതി വിജയൻ. ഭരണഘടനയുടെ എല്ലാ മൂല്യങ്ങളും സൂക്ഷിക്കുവാനും സംരക്ഷിക്കുവാനും ഓരോ പൗരനും ഉത്തരവാദിത്വമുണ്ടെന്നും പാർവതി വിജയൻ കൂട്ടിച്ചേർത്തു. രാമങ്കരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു പാർവതി വിജയൻ. 76ാം റിപ്പബ്ലിക് ദിന ആഘോഷിക്കുന്ന ഈ വേളയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഭരണഘടനയാണ് എല്ലാ വൈവിധ്യങ്ങളിലും നമ്മളെ ഒന്നായിട്ട് നിർത്തുന്നത്. അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് നമ്മൾ ഇക്കാലവും സഞ്ചരിച്ചു വന്ന പാത ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. നമ്മുടെ പുരോഗതിയും ബാക്കി എല്ലാ സാമൂഹിക അന്തരീക്ഷവും അതിനൊരു ഉദാഹരണമാണ്. സമാധാനമായിട്ടും ഏറ്റവും നല്ല രീതിയിലും മുന്നോട്ട് നമ്മൾ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ അടിത്തട്ട് എന്ന് പറയുന്നത് നമ്മളെ ഒന്നായിട്ട് നിർത്തുന്ന ഭരണഘടനയാണ്. നമ്മൾ പൗരന്മാർ എന്ന നിലയിൽ നമുക്ക് ഒത്തിരി കടമകളുണ്ട്. എല്ലാ രീതിയിലും നമ്മൾ ചെയ്യുന്ന ഓരോ കർത്തവ്യം ചെയ്യുന്നിടത്തും ആ കർമ്മം ചെയ്യുമ്പോൾ ഭരണഘടനയുടെ എല്ലാ മൂല്യങ്ങളും സൂക്ഷിക്കാനും സംരക്ഷിക്കാനും നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ. ഭരണഘടനാ മൂല്യങ്ങൾ ശിഥിലമാക്കുവാനുള്ള പ്രവണതകൾ അനുദിനം വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ രാജ്യം ഭാരതം 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത്. കേവലം ആഘോഷങ്ങൾക്കപ്പുറം ഭരണഘടനാ മൂല്യങ്ങളെ മുറുകെ പിടിക്കുവാനും ശക്തിപ്പെടുത്തുവാനും പ്രതിലോമ ശക്തികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുവാനും നമുക്ക് കഴിയണമെന്ന് ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി സലിംകുമാർ. വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ഭരണഘടന നിലയിൽ വന്നതിൻ്റെ 76ാം വർഷമാണ്. എന്നാൽ ഇന്ന് ഭരണഘടനയെ ചോദ്യം ചെയ്യപ്പെടുകയും ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മുടെ ജനാധിപത്യത്തെയും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തെയൊക്കെ തന്നെ വെല്ലുവിളിക്കുകയും നിലവിലുള്ള നമ്മളുടെ ഭരണഘടനയെ, വളരെ മഹത്തായ ഒരു ഭരണഘടന നമുക്കുണ്ട്. ആ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാ ശില്പി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. നല്ല ഭരണഘടന, ഏറ്റവും നല്ല ഭരണഘടനയും മോശമായ ഒരു ഭരണാധികാരികളിൽ ചെന്നാൽ അത് മോശമായിരിക്കും. അതോടൊപ്പം തന്നെ മോശമായ ഒരു ഭരണഘടന നല്ല ഭരണാധികാരികളിലേക്ക് കിട്ടിയാൽ അതിനെ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള അവസ്ഥയാണ്. അപ്പം ഏറ്റവും നല്ല ബൃഹത്തായ ലോകത്തെ ഏറ്റവും നല്ല ഭരണഘടനയാണ് നമുക്കുള്ളത്. പക്ഷേ ആ ഭരണഘടനയെ സംരക്ഷിച്ചു കൊണ്ടുപോകാനുള്ള ബാധ്യത നമ്മൾ ഈ സമയത്ത് ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, നല്ലൊരു ഭരണഘടന, വലിയൊരു ഭരണഘടന, വലുതുമാണ്, ലോകത്തെ ഏറ്റവും വലുതുമാണ്. അതൊക്കെ കൊണ്ട് തന്നെ വലിയ പ്രാധാന്യമുള്ള ഈ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ചുമതലയും ബാധ്യതയും ഓരോ റിപ്പബ്ലിക് ദിനത്തിലും നമ്മൾ അതിന് പ്രതിജ്ഞയെടുക്കണം. ആ പ്രതിജ്ഞയെടുക്കാൻ ഈ അവസരം ഉപയോഗിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. കോടതി ജീവനക്കാരായ ബിനീഷ്, ബിനു, അഡ്വക്കേറ്റ് ക്ലർക്ക് പ്രതിനിധി സലിംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഹരീഷ് കൃഷ്ണൻ, കാഴ്ച.